ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല മീനാണ്. ഇത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ അയില രണ്ട് ദിവസത്തിന് മുമ്പേ നമ്മളെ വീട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ എത്ര ദിവസം 2 ദിവസം റെസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങെടുത്ത് റെസ്റ്റ് എടുത്ത് കൂടുതൽ റെസ്റ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ക്ലീനാക്കിയിട്ട് അകത്ത് കയറി. ഇന്ന് നമ്മൾ അടുപ്പില്ല ഊതി അങ്ങ് എത്തും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്യാസ് ഞാൻ വന്ന് ബുക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷവും എത്രയോ ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. സത്യാവസ്ഥ ഞാൻ അറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഇനി മുതൽ ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ മാത്രം അടുപ്പിൽ നിന്ന് ഉണ്ടാക്കാം. എന്താ വെച്ചാൽ 1 മാസം ഇനിയും കഴിയണം. എൻ്റെ ഗ്യാസ് ഏകദേശം ഒരു 10 ദിവസത്തിന് മുമ്പേ ഇനി തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ എന്താക്കി, നമ്മൾ ചെമ്മീൻ കറിയാണ് വെക്കുന്നത്. ചെമ്മീൻ തേങ്ങ അരച്ചത്, ചെമ്മീൻ മാങ്ങ ഇട്ട് വെച്ചത്, പുളി മുളകിട്ട് അങ്ങനെയല്ലേ പറയാം, അത് വെച്ച്. അപ്പോൾ നമുക്ക് ഈ 2 അയിലയും പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള ഉള്ളി തക്കാളി ഒക്കെ വാട്ടിയെടുത്തു. അങ്ങനെ അത് തേങ്ങ അരച്ചത് ഒഴിക്കുമ്പോഴൊക്കെ കുറച്ച് മറിഞ്ഞു പോയി. അത് നമുക്കങ്ങ് തുടക്കണോ. പിന്നെ പുളി ഉണ്ടല്ലോ, കുടംപുളിയല്ല മറ്റേ പുളിയല്ലേ, ആ പുളി ഇട്ട് അങ്ങനെ ഇളക്കിയിട്ട് അതിലൊന്ന് ഒഴിച്ചു, ഉപ്പ് ഇട്ടു. അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് നമുക്ക് വേറെയും പരിപാടികളുണ്ട്. അപ്പോൾ ഈ മാങ്ങ വന്ന് മുറിച്ചെടുത്തു, അത് പുളിയും മുളകിട്ടയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ചെമ്മീൻ തേങ്ങ അരച്ചത് റെഡിയായി. ആ സമയത്ത് ഞാൻ ലാസ്റ്റാണ് ഈ കറിവേപ്പില ഇടാൻ. അത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇറക്കാൻ സമയത്ത് നല്ല തീയൊക്കെ കത്തുന്നുണ്ടാവും. അപ്പം നമ്മൾ മട്ടലൊക്കെ വെച്ചിട്ടാണല്ലോ കത്തിക്കുക, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പുളി ഒഴിച്ചു, മുളകിൻ്റെ പൊടി മഞ്ഞളിൻ്റെ പൊടി ഉപ്പും ഒക്കെ ഇട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഒരു കഥ പറയാം. നമ്മളില്ലേ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഫോണിലാണല്ലോ, ഞാനൊക്കെ ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. ആ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും എന്താ പറയുക, എന്തോ ചെയ്തുകൊണ്ട് അവരെ പിടിക്കാൻ വരുന്നത്, അങ്ങനെയെല്ലാം റിയാക്ട് ചെയ്യുക. നമ്മളെ പിടിക്കല്ലേ, നമ്മൾ ക്യാമറയിൽ എടുക്കല്ലേ, നമ്മൾ എന്തായാലും ഞാനായാലും ആരായാലും മറ്റുള്ള ഒരാളെ അനുമതി ഇല്ലാണ്ട് അവരെ ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തൂലല്ലോ. അല്ലെ, ഞാൻ പറയാം. അങ്ങനെ കുറേ വ്യക്തികളുണ്ട്, കുറേ ഇങ്ങനെ പറയാൻ, നെഗറ്റീവ് പറയാൻ. നമ്മൾ എന്താ പറയുക, നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞ കൊണ്ട് ആ സമയത്ത് പറയാം ഇങ്ങനെ നമ്മളെ വീഡിയോക്ക് നെഗറ്റീവ് പറയാനായിട്ട് കുറേ ആണ്. അതേപോലെ നമ്മൾ അറിയാത്ത ആൾക്കാർ നമുക്ക് പോസിറ്റീവ്, നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടുള്ള ഇനിയും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വൈതനങ്ങ എല്ലാം റെഡിയായി, കറിയൊക്കെ റെഡിയായി, നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം. ഇതാണ് നമ്മൾ പുളിമുളകിട്ട മാങ്ങിട്ട് വെച്ച് ചെമ്മീൻ കറി. അങ്ങനെ വറുക്കാണ്ട് അരച്ച തേങ്ങ കറി റെഡിയായി. അങ്ങനെ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കണം. നല്ല വൈകുന്നേരങ്ങളിൽ മസാല ഒക്കെ പുരട്ടിയെടുത്തതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാൻ ഒരു മെലിക്ക് വരട്ടി പോലെ അങ്ങ് എടുത്തു. ഉരുളക്കിഴങ്ങ് സ്വതവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നാക്കാമെന്ന്. അങ്ങനെ നല്ല ടേസ്റ്റായുള്ള ഫുഡ്. അങ്ങനെ ചെമ്മീൻ കറി അങ്ങ് ഒഴിച്ചു, മീൻ പൊരിച്ചതും എല്ലാം കൂട്ടി അങ്ങനെ എന്താ പറയുക, കുഴച്ച് ഇങ്ങനെ തിന്നുന്ന നേരം ഒരു സുഖം ഉണ്ടല്ലോ. അതും നമ്മൾ തന്നെ ഉണ്ടാക്കി ചൂടോടെ നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതിന്. ബാക്കി എല്ലാവരും ഓരോരോ സ്ഥലത്താണ്, കുട്ടികളൊക്കെ കളിക്കുന്ന. അപ്പോൾ ഇപ്പോൾ അവർക്കൊന്നും സമയമായിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് നല്ല വിശപ്പാണ്, ഞാൻ അങ്ങ് കഴിക്കുന്ന ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഉരുളക്കിഴങ്ങും മീൻ പൊരിച്ചും ചാറൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുന്നതിനും അത് വേറെ ലെവലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും, അടുത്ത വീഡിയോ കാണാം. എല്ലാവരും പോയി നിങ്ങളും ഭക്ഷണം കഴിക്കണേ. അപ്പോൾ ബൈ ഗൈസ്.